ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ അവധൂതാമൃതം എന്നൊരു സത്സംഗമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സാധകൻ്റെ യാത്ര അതുതന്നെയാണ്. ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്തോറും ചോദ്യങ്ങൾ അവൻ്റെ ഉള്ളിൽ നിന്നും പൊന്തി വരും. ആ ചോദ്യങ്ങൾക്കുത്തരം ലഭിച്ചാൽ മാത്രമേ അവൻ്റെ മുന്നോട്ടുള്ള യാത്ര സുഗമമായിട്ട് നടക്കുകയുള്ളൂ. ഒരു പടിയെങ്കിലും അവൻ മുന്നോട്ട് വയ്ക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിലെ ആ സംശയങ്ങൾ നിവാരണം ചെയ്തു പോയേ പറ്റൂ. അതിന് ഗുരുവാകുന്ന ആ അറിവ് നമ്മളിൽ ചൊരിയണം. ആ കൃപ നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ. ഇങ്ങനെ എല്ലാ സാധകർക്കും അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഗുരുജി, ധ്യാനം എന്നാൽ എന്താണ്? അത് ഒരു സാധകനിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. ധ്യാനം എന്നാൽ എന്താണ്? ഈ മീറ്റ് ടു മീ മെഡിറ്റേഷൻ സെൻറ്റർ ഏകദേശം 18 വർഷത്തോളം ധ്യാന സാധകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന ഒരു സെൻറ്ററാണ്. നേരത്തെ പറഞ്ഞതുപോലെ പല ചോദ്യങ്ങൾക്കും സാക്ഷിയായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ മാർഗത്തിൽ സഞ്ചരിച്ച് വന്നപ്പോൾ സ്വന്തം ചോദ്യങ്ങൾക്ക് തന്നെ സാക്ഷിയായി നിന്നതുകൊണ്ട് പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾക്കും സാക്ഷിയായി നിലനിൽക്കുവാൻ പ്രയാസം തോന്നാറില്ല. പൊതുവെ ഉള്ളൊരു ചോദ്യം, ധ്യാനം പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. 2, ധ്യാനം പഠിക്കുവാൻ പറ്റുമോ? അപ്പം ധ്യാനം പഠിപ്പിക്കാനോ പഠിക്കുവാനോ പറ്റുന്നില്ല എങ്കിൽ ധ്യാന സെൻറ്ററിൻ്റെ പ്രസക്തി എന്ത്? ഇതാണ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ധ്യാനം പഠിപ്പിക്കാൻ സാധിക്കില്ല, ധ്യാനം പഠിക്കാനും സാധിക്കില്ല. അപ്പോൾ അടുത്ത ചോദ്യം വരും, പിന്നെ എന്തിനാണ് ഈ ധ്യാന സെൻറ്റർ? അപ്പോൾ അവരോട് നമ്മൾ പറയും, ധ്യാന സെൻറ്ററും ഇല്ല, അത് ഉണ്ടെന്ന് തോന്നുന്നതാണ്. ശരിക്കും ധ്യാന സെൻറ്റർ ഇല്ല. മീറ്റ് മീയിൽ വന്ന് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനവും രീതികളും എന്ന്. നമുക്കിതെല്ലാം ഉള്ളതായി തോന്നുന്നതാണ്. അതാണല്ലോ ദൃശ്യപ്രപഞ്ചം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഉള്ളതായി തോന്നുന്നതാണ്. ഇതൊന്നുമില്ല എന്ന് പറയൽ മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഉള്ളതായി തോന്നുന്നു എങ്കിൽ അതൊരു തോന്നലാണ്, അല്ലേ? അപ്പം ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാവേണ്ടേ? എനിക്കത് തോന്നുന്നതാണ്, യഥാർത്ഥത്തിൽ അതില്ല. ആ ഒരു കടമ്പയുണ്ടല്ലോ. ഒരു തോന്നലിൽ നമ്മൾ മായപ്പെട്ടിരിക്കുന്നു. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുകയാണ്, മരിപ്പച്ച പോലെ തോന്നുകയാണ്. അപ്പം ഇല്ല എന്ന് ബോധ്യമാവണം. അവിടെ ധ്യാനം സംഭവിക്കുന്നു. അപ്പോഴത് വേറൊരു വ്യക്തിയിൽ അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നില്ല. അത് അവനവൻ്റെ ഉള്ളിൽ തന്നെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് സംഭവിക്കേണ്ടത്. കടലിൽ ജീവിക്കുന്ന ഒരു മത്സ്യത്തിന് കടലെവിടെ
എന്നുള്ളൊരു ചിന്ത വരും. കടലിൽ ജീവിക്കുന്ന മത്സ്യത്തിന് കടൽ എവിടെയെന്നുള്ളൊരു ചിന്ത വരും. ആ കടലിനെ കാണാൻ കടലിൽ നിന്ന് പുറത്ത് കടന്നാലോ പിന്നെ മത്സ്യം ഇല്ല. ഏറെക്കുറെ അതുപോലെയാണ് ധ്യാനവും. നമ്മളെല്ലാം സദാ ധ്യാനത്തിലാണ്. ധ്യാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ധ്യാനം പഠിപ്പിക്കുവാനോ പഠിക്കാനോ ഉള്ള ഒന്നല്ല എന്ന് പറയുന്നത്. സദാ നമ്മളിൽ അതുണ്ട് എന്നുള്ളതാണ്. ഒരിടത്ത് ഒരു സത്യാന്വേഷി ഉണ്ടായിരുന്നു. ഈ സത്യാന്വേഷി ധ്യാനം പരിശീലിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പം ധ്യാനമെന്ന് പറയുന്നത് കണ്ണടച്ചങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല, ആ സത്യത്തെ തിരിച്ചറിയണം എന്ന് പറയുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് അദ്ദേഹം ധ്യാനം കൊണ്ടുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സത്യത്തെ അറിയണം. ആ അറിയാനുള്ള ഒരു ത്വര സദാ തന്നിൽ നിലനിൽക്കണം എന്നുള്ളതാണ് അദ്ദേഹം ധ്യാനത്തിന് കൊടുത്തേക്കുന്ന ഇൻ്റർപ്രട്ടേഷൻ. അപ്പോൾ ധ്യാനം അദ്ദേഹത്തിന് അറിയണം. അങ്ങനെ ഒത്തിരി ഗുരുക്കന്മാരെ തേടി 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 അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ കുറേ സ്ഥലത്തു നിന്ന് ഇൻഫർമേഷൻസുകൾ കിട്ടി. ഇന്ന സ്ഥലത്തുള്ള ആൾ നല്ലതാണ്, ഇന്ന സ്ഥലത്തുള്ള ആൾ നല്ലതാണെന്നുള്ള ഇൻഫർമേഷൻ. അവിടെ എല്ലാം പോകുന്നു. ഇദ്ദേഹത്തിന് അത് മാനസികമായി തൻ്റെ ഐഡിയോളജി പ്രകാരം അത് പറ്റുന്നില്ല. അങ്ങനെ അതിങ്ങനെ മാറി 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 പോയി അവസാനം ഒരു ധ്യാനഗുരു, വിശേഷപ്പെട്ട ഒരു ധ്യാനഗുരു ഉണ്ട് എന്ന് ഒരു അറിവ് കിട്ടി. അങ്ങനെ ആ ഗുരുവിനെ തേടി അദ്ദേഹം പോയപ്പോൾ വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ആ ഗുരു താമസിക്കുന്നത്. ഇദ്ദേഹം ഇങ്ങനെ നടന്ന് അങ്ങനെ ഗുരുവിനെ തേടി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇദ്ദേഹം കുടയൊക്കെ നിവർത്തി പിടിച്ച് അങ്ങനെ പോകുന്നു. വളരെ ദൂരം സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച് ഗുരുവിൻ്റെ വീട്ടിലെത്തി. അദ്ദേഹം തൻ്റെ ചെരുപ്പൊക്കെ ഊരി വെച്ചു, കുടയൊക്കെ പുറത്ത് വെച്ചിട്ട് നേരെ അകത്ത് കയറി ആ ഗുരുവിൻ്റെ അടുക്കൽ ചെന്നിരുന്നു. അപ്പോൾ ഗുരു അവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്, ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അകത്ത് പ്രവേശിച്ചിട്ട് ഒരു മൂലയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഗുരു എന്തെങ്കിലും പറയുന്നത് കേൾക്കാമെന്നും എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ ഒരു അരമണിക്കൂറിൽ കൂടുതലായിട്ടും ഗുരു ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഗുരു മിണ്ടാതിരുന്നപ്പോൾ എന്താണ് ഇദ്ദേഹം അടുത്ത് ചിന്തിച്ചത്? ഇനി എനിക്ക് എന്തെങ്കിലും അങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു ചാൻസ് എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല, എങ്കിൽ അങ്ങോട്ടെങ്കിലും സംസാരിക്കാം. പക്ഷെ അതിനുള്ള ചാൻസ് നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഗുരു സംസാരിക്കുന്നുമില്ല, സംസാരിക്കാനുള്ള ചാൻസ് കൊടുക്കുന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ 1 മണിക്കൂറോളം കടന്നുപോയി. അപ്പോഴത്തേക്കും ഗുരു അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, എന്തിനാ വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം ഉത്തരം പറയാൻ വേണ്ടിയിട്ട് 2 നിമിഷം ചിന്തിച്ചു. കാര്യം വെറുതെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കയറി വരാനുള്ള സ്ഥലമാണോ ഇത് എന്ന് ചോദിക്കും. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. ധ്യാനം പഠിക്കാനാണ് വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ധ്യാനം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതും പറയാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം മനസ്സിനകത്ത് ഇങ്ങനെ ആ ചോദ്യത്തിന് എന്ത് ഉത്തരം കൊടുക്കണമെന്നുള്ളത് ഇങ്ങനെ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം മൗനമായിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഗുരു വീണ്ടും ചോദിച്ചു, എന്തിനാണ് താങ്കൾ വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായി. കാര്യം എന്താണ്, ഉത്തരം പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ആ ഗുരു വീണ്ടും ചോദിച്ചു, നടന്നു വന്ന സമയത്ത് മഴയുണ്ടായിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഉണ്ടായിരുന്നു. താങ്കൾ നനഞ്ഞില്ല? ഇത്രയും മഴ പെയ്തിട്ടും താങ്കൾ നനഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ കയ്യിൽ കുടയുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഗുരു ചോദിച്ചു, കുട ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ വീടിനകത്തോട്ട് പ്രവേശിച്ചപ്പോൾ ആ കുട എവിടെ വെച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പുറത്ത് വെച്ചു എന്നോ. അപ്പോൾ വീണ്ടും ഗുരു ചോദിച്ചു,
ആ കുട വാതിൻ്റെ വലതുവശത്ത് വെച്ചോ ഇടതുവശത്ത് വെച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു. ശരിയാണ്, കുട പുറത്ത് വെച്ചെന്ന് എനിക്കറിയാം, പക്ഷെ വശത്ത് വെച്ചോ ഇടതുവശത്ത് വെച്ചോ എന്ന് ഓർമ്മ വരുന്നില്ല. മിക്കവാറും വലതുവശത്ത് വയ്ക്കാനായിരിക്കും സാധ്യത എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ കുട വലതുവശത്താണ് വെച്ചതെന്നു. അപ്പം ഗുരു വീണ്ടും ചോദിച്ചു, വീട്ടിലോട്ട് കയറി വരുന്നവൻ്റെ വലതുവശം അല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ വാതിലിൻ്റെ വലതുവശം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം മൊത്തത്തിൽ കൺഫ്യൂഷനായിപ്പോയി, എന്ത് ഉത്തരം പറയണമെന്നറിയില്ല. അപ്പോൾ അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നപ്പോൾ ഗുരു പറഞ്ഞു, അത് പോട്ടെ, എന്തായാലും ചെരുപ്പും കുടയും വാതിലിൻ്റെ ഏത് വശത്താണ് വെച്ചേക്കുന്നത് എന്ന് താങ്കൾക്ക് അറിവില്ല എങ്കിൽ താങ്കൾക്ക് എങ്ങനെ ധ്യാനിക്കാൻ പറ്റും എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ശരിയാണ്, 1 മണിക്കൂറിന് മുമ്പ് താൻ കടന്നു വരുന്ന വഴി, തൻ്റെ കയ്യിലിരുന്ന കുട, തൻ്റെ കാലിൽ ധരിച്ചിരുന്ന ചെരുപ്പ്, ഇവ താൻ തന്നെയാണ് പുറത്ത് വെച്ചത്. പക്ഷെ അത് എവിടെ വെച്ചു എന്ന് തനിക്കറിയാൻ പറ്റിയില്ല എങ്കിൽ തന്നിൽ ആ പ്രവൃത്തി നടന്നത് എന്തുമാത്രം അശ്രദ്ധയോടെയായിരുന്നു എന്നുള്ളതും തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ ഗുരു അവനെ പഠിപ്പിച്ചത് മനോപൂർണതയോടെ കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. അതായത് ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മനോപൂർണതയോടെ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയും, ശ്രദ്ധയോടെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ധ്യാനം. അപ്പം 4 മണിക്കൂർ ധ്യാനിക്കണം, 3 മണിക്കൂർ ധ്യാനിക്കണം, ശരീരം അനങ്ങാതെ കണ്ണടച്ചിരിക്കണം, കട്ടിൽ നിവർന്നിരിക്കണം എന്ന് പറയുന്നതൊന്നുമല്ല ധ്യാനം. അതൊന്നുമല്ല. നിരന്തരം നമ്മളിലെ ഓരോ പ്രവൃത്തിയും ബോധപൂർവം, കാര്യം ഈ പ്രവൃത്തിയെല്ലാം നിലനിൽക്കുന്ന ബോധത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബോധത്തിൽ നിലനിന്ന് നടക്കുന്ന പ്രവൃത്തികൾ ബോധപൂർവമെങ്കിലും ആവുക എന്നുള്ളതാണ് ഒരു ധ്യാന സാധകൻ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, മീറ്റ് മീയിൽ 4 മണിക്കൂറിൻ്റെ ധ്യാന ശിബിരങ്ങൾ നടക്കാറുണ്ടെന്ന്. ഈ 4 മണിക്കൂറിൻ്റെ ധ്യാന ശിബിരങ്ങളിൽ എന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. പങ്കെടുക്കുന്ന ഓരോ സാധകരും പൂർണ്ണ മൗനത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ഓരോ നിമിഷവും മൈൻഡ്ഫുൾ വാക്കിംഗ്, മൈൻഡ്ഫുൾ ലിസണിങ്, മൈൻഡ്ഫുൾ വാച്ചിങ്, പ്രസൻറ്റിൽ നിൽക്കുന്നു. ഇത്രയേ ഉള്ളൂ. പ്രസൻറ്റിൽ നിൽക്കുന്നു, അതല്ല വേറെ ഒന്നുമില്ല. ഈ നിമിഷത്തിൽ നമ്മെ തന്നെ സാക്ഷീകരണം ചെയ്തുകൊണ്ട് നിലനിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് മാത്രമേ ആവശ്യവുമുള്ളൂ. ധ്യാന സെൻറ്ററിലോട്ട് കടന്നു വരുന്ന പല ആൾക്കാരും ചോദിക്കും, അപ്പോൾ ഈ മുദ്രയൊന്നും വേണ്ടേ? ഓരോ തെറ്റിദ്ധാരണകളാണ്. അതൊന്നുമില്ലാതെ നമുക്ക്, അല്ലെങ്കിൽ കുണ്ടലിനിയെ ഫോക്കസ് ചെയ്യണ്ടേ, ചക്രയെ ഫോക്കസ് ചെയ്യണ്ടേ എന്നുള്ള അത്തരം പല പല ചോദ്യങ്ങളും ചോദിക്കും. കാര്യം ഇതെല്ലാം നമ്മളിൽ അടിച്ചേൽപ്പിച്ച് വെച്ചേക്കുന്ന, സിസ്റ്റങ്ങൾ അടിച്ചേൽപ്പിച്ച് വെച്ചേക്കുന്ന ഓരോ തെറ്റിദ്ധാരണകളാണ്. ഏറ്റവും എളുപ്പമുള്ള മാർഗമാണിത്, മറ്റേതിനെ കാട്ടി ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇതൊക്കെ ഓരോ തരം തെറ്റിദ്ധാരണകളാണ്. എളുപ്പമാർഗം എന്ന് പറയുന്നൊരു മാർഗമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാര്യം മാർഗമേ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എളുപ്പമായ മാർഗം എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന എന്തിനാണ്?
എല്ലാ സിസ്റ്റങ്ങളും എല്ലാ സാധനങ്ങളുടെ അടിസ്ഥാനം എന്തോന്നാണ്? എന്നിലുള്ള അഹത്തെ കുറയ്ക്കുക, നിശേഷം മാറ്റുക, അല്ലെങ്കിൽ അഹം ഇല്ലാത്ത അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ്. ഇതാണ് അടിസ്ഥാനപരമായി എല്ലാ മാർഗങ്ങളിലും ഉള്ളത്. അത് എളുപ്പമാണോ? അല്ല. എളുപ്പമല്ല എങ്കിൽ ഇത് എളുപ്പമായ മാർഗമാണെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അപ്പം അത്തരം പറ്റിക്കപ്പെടലുകളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക എന്നുള്ളതാണ് സത്യം. ധ്യാനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പഠിപ്പിക്കുവാനോ പഠിക്കുവാനോ ഉള്ള ഒന്നല്ല. നമ്മളിലെ നൗവിൽ നമ്മളെ നിലനിർത്തുക എന്നാണ്. നമ്മളിലെ നൗവിൽ നമ്മെ നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ധ്യാനം. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾക്കോ അതിശയങ്ങൾക്കോ പ്രസക്തിയില്ല. അതിന് പ്രസക്തി വരുന്നുണ്ടെങ്കിൽ അവിടെ അവൻ ധ്യാനത്തിലല്ല എന്നാണ് അതിനർത്ഥം. പാസ്റ്റും ഫ്യൂച്ചറും പ്രസൻറ്റിലാണ് എന്നുള്ള ബോധത്തിൽ പ്രസൻറ്റിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തുകൊണ്ട് അതിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ധ്യാനം. അത് ഓരോരുത്തരുടെയിലും ഓരോരോ വ്യക്തിയിലും സദാ നിലനിൽക്കുന്ന സ്റ്റേജാണ്. അവിടെ മനസ്സിൻ്റെ പ്രവർത്തനത്തെ ചിന്തകൾക്ക് ഒരു കടിഞ്ഞാണ് ഇട്ടുകൊണ്ട് ആ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ വ്യാകരണങ്ങളോ വ്യാഖ്യാനങ്ങൾക്കോ പ്രസക്തിയില്ലാതെ നിലനിൽക്കുമ്പോൾ അത് സംഭവിക്കുന്നു. അതാണ് ധ്യാനം. ഗുരുജി, നമ്മളിപ്പം ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ. ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോഴാണ് ധ്യാനം സംഭവിക്കുന്നത്. അപ്പം ഒരു സാധകനിൽ അവൻ സാധന ചെയ്തു വരുമ്പോൾ അവനൊരു കുറേയേറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അവൻ ഉള്ളിലേക്ക് തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ കുറേയേറെ സംഘർഷങ്ങൾ ആയിട്ട് അവന് തോന്നുന്നു. അപ്പം അങ്ങനെ സംഭവിക്കുന്ന അവൻ്റെ തടസ്സങ്ങൾ എന്ന് പറയുമെങ്കിൽ തടസ്സങ്ങളെ ഒരു സാധകൻ ഏത് രീതിയിലാണ് കാണേണ്ടത്? അത് അവൻ ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ, അതോ ആ സാധകൻ്റെ കർമ്മപ്രാരാബ്ധങ്ങളാണോ? അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നതെന്നൊന്ന് വിശദീകരിക്കാമോ? ഈ നിമിഷത്തിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എങ്ങനെ കോംപ്ലിക്കേഷൻസ്? ഒരു ഉദാഹരണം പറയാം. ഒരു സ്കൂളിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി അവൻ പഠിക്കുകയാണ്. ധാരാളം പഠിക്കാനുണ്ട്. സ്കൂളിൽ ക്ലാസ്സിൽ ധാരാളം എടുക്കുന്നുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നു? അവൻ പഠിക്കുന്നില്ല. അതിന് പകരം ഒരു പാട്ടും കേട്ടുകൊണ്ട് അവൻ ഇരിക്കുകയാണ്. എന്നിട്ട് അവൻ സ്വയം ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്, ഞാൻ ഈ നിമിഷത്തിലാണ് നിലനിൽക്കുന്നത്. ശരിയാണ്, അവ ആ നിമിഷത്തിലാണ് നിലനിൽക്കുന്നത്. പക്ഷേ അവൻ ചെയ്യേണ്ട അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യം ചെയ്യാതെ ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നു എന്ന് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവൻ നിലനിൽക്കുന്നത് എവിടെയാണ്? തീർച്ചയായിട്ടും ഈ നിമിഷത്തിലല്ല. കാരണം ഇതേ വ്യക്തി തന്നെ നാളെ മാർക്ക് കുറഞ്ഞു വന്ന് അവന് അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇതെൻ്റെ കർമ്മപ്രാരാബ്ധമാണെന്ന് അവൻ പറയും. അപ്പോൾ അവിടെ അവൻ പറയുന്ന കർമ്മപ്രാരാബ്ധത്തിന് എന്ത് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും? പഠിക്കാൻ അവന് അലോട്ട് ചെയ്തിരുന്ന ആ സമയം അവൻ ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇപ്പോഴവൻ അനുഭവിക്കുന്ന
ഒരു പെയിൻ അവൻ എടുക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഈ കർമ്മപ്രാരാബ്ധം എന്ന് പറയുന്ന വാക്ക് നമ്മൾ വെറുതെ എടുത്ത് എല്ലായിടും അങ്ങ് ഉപയോഗിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും, ആ നിമിഷത്തിൽ നിലനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയത് കൊണ്ടാണ് ഈ കർമ്മപ്രാരാബ്ധങ്ങൾ ഉണ്ടായത്. ഈ കർമ്മപ്രാരാബ്ധമാണ് എന്ന് പറയുവാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ ഈ കർമ്മപ്രാരാബ്ധം വരാനുള്ള കാരണത്തെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആ കർമ്മപ്രാരാബ്ധം അവനിൽ നിലനിൽക്കുവാൻ ഉള്ള കാര്യം എന്താണ്? അവനിലുള്ള ഒരു ചിന്താ പദ്ധതിയുടെ പ്രോബ്ലമാണ്. എന്താണ് ഈ കർമ്മപ്രാരാബ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചെയ്ത ഒരു കർമ്മം, അത് നമുക്ക് പ്രാരാബ്ധ കർമ്മമായി നമ്മൾ അനുഭവിക്കുന്നതാണ് കർമ്മപ്രാരാബ്ധം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മപ്രാരാബ്ധത്തിന് ഉതകുന്ന രീതിയിലുള്ള മൈൻഡ് സെറ്റ് എന്നിലുണ്ട് എന്നുള്ള ഒരു കാര്യം അവൻ ചിന്തിച്ച് അതിന് ഒരു ക്ലിയറൻസ് വരുത്താത്തിടത്തോളം കാലം കർമ്മപ്രാരാബ്ധം ഒരു തുടർക്കഥയായി അവനിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ ശരിക്കുള്ള സർജറി ചെയ്യേണ്ടത് ആ മൈൻഡ് സെറ്റിനെയാണ്. അതാണ് അവൻ ശരിക്കും സർജറി ചെയ്യേണ്ടത്. ഈ നിമിഷത്തിൽ എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ഫ്രസ്ട്രേഷനാണ്, വറീസിലാണ്, ആൻസൈറ്റിയാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഈ നിമിഷം അവിടെ ഉണ്ട്, അതിൽ അവന് നിലനിൽക്കാൻ പറ്റുന്നില്ല. എന്താണ് നിലനിൽക്കാൻ അവനെ സഹായിക്കാത്തത്, സമ്മതിക്കാത്തത്? അവൻ്റെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ അവിടെയല്ലേ ശരിക്കും സർജറി വേണ്ടത്. അപ്പോൾ ആ മൈൻഡ് സെറ്റിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാവും അവനിലുള്ള ഈഗോ തന്നെയാണ് ആ മൈൻഡ് സെറ്റ് ആ രീതിയിൽ അവിടെ നിലനിർത്തുന്നത് എന്ന് മനസ്സിലാവും. ഈഗോയ്ക്കൊരു പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈഗോയിലാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും ഈഗോ അത് സമ്മതിക്കില്ല. അപ്പോൾ അറിയുന്നുണ്ട് ഞാനിപ്പോൾ ഈഗോയിലാണ്, അതിനിപ്പോൾ എന്താ, അതിനിപ്പോൾ ഈഗോയിലാണ്. ആ ഈഗോ എനിക്ക് വരാൻ കാരണം അവനല്ലേ എന്ന് അതിനെ വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഈഗോയുടെ സാന്നിധ്യത്തെ പോലും ന്യായീകരിക്കുവാൻ ഈഗോയ്ക്ക് പറ്റും. അങ്ങനെ വരുമ്പോൾ മൈൻഡ് സെറ്റ് മാറുമോ? ഇല്ല. മൈൻഡ് സെറ്റ് മാറാതെ നൗവിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. നൗവിൽ നിൽക്കാതിരിക്കുമ്പോൾ ആ കർമ്മത്തിന് പൂർണ്ണത ഉണ്ടാകുമോ? ഇല്ല. അങ്ങനെ വന്നാൽ ലൈഫിൽ പ്രാരാബ്ധ കർമ്മം കുറയുമോ? ഇല്ല. അങ്ങനെ ഈ വൺ ബൈ വൺ നമ്മൾ പ്രോബ്ലങ്ങളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഈഗോ എങ്ങനെ നമ്മളെ കർമ്മപ്രാരാബ്ധത്തിലേക്ക് നയിക്കുന്നു എന്നും എങ്ങനെ നൗവിൽ നിലനിർത്താൻ നമ്മളെ സമ്മതിക്കുന്നില്ല എന്നും ഒരു സാധകൻ തിരിച്ചറിയാൻ പറ്റണം. അതിനാണ് സാധന ചെയ്യുന്നത്. ഈഗോ കൊണ്ട് ഒരു ഗുണവുമില്ല. അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. കാരണം ഈഗോ നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് നാളെ ഒരു സമയത്ത് നമ്മെ തന്നെ തിരിച്ചു കൊത്തും. തീർച്ചയായിട്ടും കൊത്തും. പിന്നെ അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് ഒരു ചാൻസ് ലൈഫ് തന്നെന്ന് വരില്ല എന്നുള്ളതാണ് സത്യം. കാരണം പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചു. ഈ മൈൻഡ് സെറ്റ് നമ്മളിൽ വരുന്നത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, നിരന്തരം നമ്മൾ ആ ഈഗോയിൽ നിലനിന്നുകൊണ്ട് പ്രവർത്തിച്ച് വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നൊരു അവസ്ഥയാണ്. ഇത് നമ്മളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. ഹാബിറ്റിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ചിന്തിച്ച് നോക്കൂ.
HABIT. ഇതാണ് ഹാബിറ്റ് എന്നുള്ളൊരു വാക്ക്. സ്വഭാവം. നമ്മളിൽ എല്ലാവർക്കും സ്വഭാവമുണ്ട്. ഈ വാക്കുകളെ ഒന്ന് നിരത്തി മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. HABIT. ആ ഹാബിറ്റിൽ ഹെച്ചിനെ നമ്മൾ മാച്ച് കളയുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ റിമൈനിങ് എന്ന വാക്ക് എന്താണ്? ABIT. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളത് വായിച്ചാൽ എങ്ങനെ പറയാം? എബിറ്റ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് വായിച്ചാലോ ബിറ്റ് എന്നാണ്. അതായത് ഒരു കഷ്ണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് നമ്മൾ എയെ മാച്ച് കളയുമെന്ന് വിചാരിച്ച് നോക്കൂ. പിന്നെ ഉള്ളത് എന്താണ്? ബിറ്റ്, കഷ്ണം. അതിൽ ബിയെ മാച്ച് കളയുമെന്ന് വിചാരിച്ച് നോക്കൂ. പിന്നെ എന്താ ഉള്ളത്? ഇറ്റ്, അത്. അപ്പോൾ ഒരു ഹാബിറ്റ് നമ്മളിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നുവെങ്കിൽ പെട്ടെന്ന് പോകില്ല. ആദ്യം ഹാബിറ്റായിട്ട് നിലനിൽക്കും. നിരന്തരം അതിനോട് പോരാടുമ്പോൾ ഒരു കഷ്ണമായിട്ട് നിലനിൽക്കും. വീണ്ടും നിരന്തരം പോരാടുമ്പോൾ കഷ്ണമായിട്ട് നിലനിൽക്കും. വീണ്ടും പോരാടിയാൽ മാത്രം അതായിട്ട് നിലനിൽക്കും. അവസാനം അവിടെ വന്നിരിക്കുന്നത് ഇറ്റാണ്. ഐയും ടിയും. അപ്പം ഒരു സ്വഭാവത്തിൽ നിന്ന് ശ്രമം ചെയ്തപ്പോൾ ഇറ്റിൽ വന്ന് നിന്നു. അവിടെ ഐയും ഉണ്ട് ടിയും ഉണ്ട്. ടിയെ കളഞ്ഞാൽ വീണ്ടും ഐയെ കളയണം. അതിന് ഏറ്റവും എളുപ്പം ഐയെ കളയുക. പിന്നെ ടി കളയേണ്ട ആവശ്യമില്ല. അപ്പം ആ ഹാബിറ്റിനകത്തും നോക്കി നോക്കൂ. ഇത്രയും പാടുപെടാൻ കാരണം ഐ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഐയെയാണ് നമ്മൾ കളഞ്ഞാൽ ഈ പറയുന്ന ഹാബിറ്റിൽ നിന്ന് ബിറ്റിലോട്ടും ഇറ്റിലോട്ടും കിടന്ന് മാറ്റി കളയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഐ എന്തുമാത്രം നമ്മളിൽ വേരൂന്നിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അത് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ കളയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ കാലങ്ങളെടുക്കും. അതിൻ്റെ കഷ്ടതകളുണ്ടാവും. ഇതെല്ലാം ഉണ്ടാവും. അപ്പം സാധന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ മൈൻഡ് സെറ്റിനെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഈഗോ ഒരിക്കലും, അതൊരു രാജാവായിരുന്നാലും ഋഷിയായിരുന്നാലും കുടുംബസ്ഥനായിരുന്നാലും സാധകനായിരുന്നാലും ആരായിരുന്നാലും ഈഗോ ഒരിക്കലും ഒരു ആൻസറല്ല. ഒരു ഗുണം മാത്രമേ ഉള്ളൂ ഈഗോയെ കൊണ്ട്. ഈഗോ എന്താണ് എന്ന് തേടാൻ വേണ്ടി അതിനെ ഉപയോഗിക്കാം. ഈഗോ എന്താണെന്ന് തേടാൻ വേണ്ടി അത് ഉപയോഗിക്കാം. എന്തിനെന്നിൽ നിലനിൽക്കുന്നു എന്നുള്ള ആ അന്വേഷണത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതിന് എസ്പെഷ്യലി അതിന് ഉപയോഗിക്കാതിരിക്കേണ്ട ഒന്നാണ് ഈഗോ. നമ്മുടെ എല്ലാതരം ആൻസൈറ്റിയും ഫ്രസ്ട്രേഷനും എല്ലാം ഈഗോയിൽ നിലനിന്നത് കൊണ്ട് നടക്കുന്നത് തന്നെയാണ്. ഈഗോ നിൽക്കുമ്പോഴാണ് അവൻ എന്താണ്, നേരത്തെ പറഞ്ഞില്ലേ, ഈഗോ ഉള്ളവൻ എനിക്ക് ഈഗോ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാലും അവൻ ആ ഈഗോ അത് സമ്മതിക്കില്ല. അപ്പോൾ സമ്മതിക്കാതെ വരുമ്പോൾ പിന്നെ അവിടെ അപ്പോഴും പ്രോബ്ലം നിലനിൽക്കുമ്പോൾ പിന്നെ അവൻ എന്താ പറയുന്നത്, ഇതിന് കാരണം മറ്റൊരാളാണെന്ന് നമ്മൾ സമർത്ഥമായി അത് ആരോപിക്കും. അവൻ്റെ ഈഗോയെ കളഞ്ഞാൽ അവിടെ ആ പ്രോബ്ലം തീരുന്നതാണ്. പക്ഷേ അത് വേറൊരാളിലേക്ക് ആരോപിക്കും. അപ്പോൾ ഇത് എയെ ബിയെ ആരോപിക്കുന്നു, ബിയെ സിയെ ആരോപിക്കുന്നു. അങ്ങനെ ഇതെല്ലാം അങ്ങോട്ട് ഈ നമ്മുടെ ഈ ഗവൺമെൻറ് സ്ഥാപനത്തിലെ ജോലി ഒരിക്കലും തീരാത്തതുപോലെ. കാര്യം ഇതെന്താണ്, ഇത് എൻ്റെതല്ല, ഇത് അവനാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി ഓരോരോ തലയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പോലെ ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഒന്നും ഒരിടവും എത്തില്ല. അപ്പോൾ എല്ലാ ഫ്രസ്ട്രേഷനും ആൻസൈറ്റിക്കും എല്ലാത്തിനും കാരണം
നമ്മളുള്ള ഈഗോ നമ്മളെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന മൈൻഡ് സെറ്റ് തന്നെയാണ്. നമ്മൾ മാറുക, അപ്പോൾ ലോകവും മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് ഓരോ സാധകരും ഫോക്കസ് ചെയ്ത് പോവുക. ഗുരുജി, സാധാരണ സാധകർക്കെല്ലാം ഉള്ളൊരു ഡൗട്ടാണ്, ഡൗട്ടെന്ന് പറയാൻ പറ്റില്ല, അവർ നിരന്തരം ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു സാധകൻ സാധന ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിൽ നിന്നുകൊണ്ടാണ്. സാധകൻ എപ്പോഴും ചിന്തിക്കുന്നത് അവൻ്റെ മനസ്സിനെയും പറ്റിയും, അല്ലെങ്കിൽ മായ എന്ന് പറയുന്ന ആ ഒരു അജ്ഞാനം, ആ ഒരു അറിവില്ലായ്മയെ പറ്റിയാണ് സാധകൻ നിരന്തരം സാധന ചെയ്യുമ്പോഴെല്ലാം അതിനെ ക്ലിയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ഭൗതിക രീതിയിൽ നിലനിന്നുകൊണ്ട് സാധന ചെയ്യുന്ന ഒരു സാധകന് ഈ മനസ്സിൻ്റെയും മായയുടെയും പ്രഭാവത്തിൽ പെടാതെ നിലനിന്നുകൊണ്ട് സാധന ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ധാരാളം കേൾക്കുന്നതും സാധകർ നിരന്തരം മനനത്തിന് വിഷയമാക്കുന്നൊരു സബ്ജക്റ്റ് തന്നെയാണ് മനസ്സും മായയും എന്നുള്ളത്. ആധ്യാത്മികതയുടെ അടിസ്ഥാനം തന്നെ മായയെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നതാണ്. ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? എൻ്റെ തന്നെ സൃഷ്ടിയാണ് യോഗമായ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതിനെ അതിജീവിക്കുവാൻ എളുപ്പമല്ല എന്ന് വ്യക്തമായി പറയുന്നിടത്താണ് ഓരോ സാധകൻ ചർച്ച ചെയ്യുന്നത്. എന്താണ് മനസ്സ്, എന്താണ് മായ? നമ്മളുടെ മുന്നത്തെ ഒരു ടോക്കിൽ ഇല്യൂഷൻ അല്ലെങ്കിൽ മായയെ പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാലം, ദേശനിമിത്തം എന്ന് പറഞ്ഞിട്ട് അതിനെ എങ്ങനെ മായയെ മനസ്സിലാക്കണമെന്നുള്ളത്. എന്തായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മായ നിലനിൽക്കുന്നത് എവിടെയാണ്? മനസ്സിലാണ്. എന്നാൽ മനസ്സെന്താണ്? മായയാണ്. ഇതാണ് അതിൻ്റെ ഒറ്റ വാക്കിൽ പറയാൻ. മനസ്സ് മായ തന്നെയാണ്. ഈ മായ നിലനിൽക്കുന്നത് മനസ്സിലുമാണ്. അപ്പോൾ അതിനെ എങ്ങനെ മനസ്സിലാക്കണം? ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒട്ടകത്തിന് ഇടം കൊടുക്കുന്നത് പോലെയാണ് ഒരു സാധകൻ മനസ്സിന് ഇടം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ഒട്ടകം എന്താണ്? നല്ല വെയിലത്ത് മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഓക്കെ, അത് കംഫർട്ടാണ്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് സഞ്ചരിച്ച ആൾ എന്താണ്? ഒരു ചെറിയൊരു ടെൻറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് അകത്തിരുന്ന് അദ്ദേഹം ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഒട്ടകം പാവം വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുന്നു, ഇനി അതിൻ്റെ പുറത്ത് കയറിയാണ് ഞാൻ വീണ്ടും യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തല എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ കൂടാരത്തിനകത്തോട്ട് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഒട്ടകം എന്താണ്? വേണ്ട എന്നുള്ള അർത്ഥത്തിൽ തല തിരിച്ച് പോകും. അപ്പോൾ വേണ്ട, നീ ഒന്ന് റെസ്റ്റ് എടുക്കും, നിൻ്റെ തലയെങ്കിലും റെസ്റ്റ് എടുക്കും, ഇത്രയും വലിയ ശരീരം ഇതിനകത്ത് കയറില്ല, തല റെസ്റ്റ് എടുക്കുമെന്ന് പറയും. അങ്ങനെ ആ തലയെടുത്ത് ഇതിനകത്തോട്ട് വെച്ചപ്പോൾ എന്താണ്? ഒട്ടകത്തിന് അത് സുഖം കിട്ടി, കുഴപ്പമില്ല. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ തല നീട്ടി അകത്തോട്ട് വയ്ക്കും. അങ്ങനെ ഈ അതിൻ്റെ ഉടലും അകത്ത് കയറ്റി വന്നപ്പോൾ എന്ത് പറ്റി? ഇതിനകത്തിരുന്ന ആ ഓണർ പുറത്തിറങ്ങി, ഒട്ടകം കൂടാരത്തിനകത്താവുകയും ചെയ്തു. ഇതാണ് അവസ്ഥ. പലപ്പോഴും നമ്മൾ മനസ്സിന് സ്ഥാനം കൊടുക്കുമ്പോൾ അത് റൂൾ ചെയ്ത് അത് നമ്മൾ വേറെ ഒരു, അതായത് പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്ഥാനമില്ലാതാവും. മനസ്സ് ഭരിച്ചു തുടങ്ങും. ഇത് പല ഉദാഹരണങ്ങളിൽ കൂടി നമ്മൾ പുരാണങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടില്ലേ, ഈ ഇന്ദ്രൻ എത്ര അടി കിട്ടിയാലും പഠിക്കുന്നില്ലല്ലോ, ഓരോ പ്രാവശ്യവും യുദ്ധം ചെയ്യുന്നു, ഓടുന്നു, അവസാനം മഹേശ്വരൻ്റെ അടുത്ത് വരുന്നു, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്ത് വരുന്നു, സഹായം ചോദിക്കുന്നു, അവസാനം അവരുടെ സഹായം കിട്ടിയിട്ട് നേരെ പോയി യുദ്ധം ചെയ്ത് ജയിക്കുന്നു, വീണ്ടും യുദ്ധം ചെയ്യുന്നു. ഇതെപ്പോഴും യുദ്ധമേ ഉള്ളോ എന്ന് തോന്നും.
ഈ ഇന്ദ്രൻ നമ്മളൊക്കെ തന്നെയാണ്. ഇന്ദ്രൻ അതിലെന്താണ് അവസാനം? ഓരോ പ്രാവശ്യം ഇന്ദ്രൻ പരാജയപ്പെട്ട് ഓടി അവസാനം രക്ഷപ്പെട്ടിട്ട് തിരിച്ച് വരാൻ നേരത്ത് അതിൽ ഓരോ പ്രാവശ്യവും പറയുന്ന ഒരിതുണ്ട്, അഹങ്കാരത്താൽ ഞാൻ എന്നെ മറന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ അവസ്ഥ, എന്നോട് ക്ഷമിച്ചാലും എന്ന് പറയുന്ന അതേ ഇന്ദ്രൻ വീണ്ടും അഹങ്കരിക്കുന്നു, വീണ്ടും അടി കിട്ടുന്നു, വീണ്ടും ക്ഷമാപണം പറയുന്നു. ഇതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണത്. അഹങ്കരിക്കുന്നതും അതറിയില്ല, ആ അഹങ്കാരം അവനിൽ പ്രവേശിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവൻ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. ഇന്ദ്രന് അറ്റ്ലീസ്റ്റ് ഓടിപ്പോയി പറയാൻ ഒരിടമുണ്ട്, നമുക്ക്. അതുകൊണ്ട് ഇന്ദ്രൻ അഹങ്കരിക്കാം. ഇടമില്ലാത്ത നമ്മൾ അഹങ്കരിച്ചാൽ എവിടെ പോകും? ചിന്തിച്ചു നോക്കുക. നമുക്ക് ഇടമുണ്ട്. നമ്മളിൽ ആഗ്രഹം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ആരാകുന്നു? ബ്രഹ്മാവാകുന്നു. ആഗ്രഹത്തെ നമ്മൾ നിലനിർത്തുമ്പോൾ നമ്മൾ ആരാകുന്നു? വിഷ്ണുവാകുന്നു. ആഗ്രഹത്തെ സംഹരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രുദ്രനാകുന്നു. ഈ 3 പേരും നമ്മൾ ഉള്ളിൽ ഉണ്ട്. ആഗ്രഹത്തെ സൃഷ്ടിച്ചവനെയും നിലനിർത്തിയവനെയും സംഹരിച്ചവനെയും ആശ്രയിക്കുമ്പോൾ അതിന് പരിഹാരമുണ്ടാകും. അതായത് നമ്മളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മളിൽ തന്നെ നിലനിൽക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കുറച്ചുകൂടി വ്യക്തമാക്കാൻ ഒരു പുരാണത്തിലൂടെ ഒരു കഥ പറയാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കഥയാണ് ഇത്. ശരിക്കും നമ്മൾ ഒരു പുരാണവും പഠിച്ചില്ലെങ്കിലും ഈ ഒരു കഥ നിരന്തരം മനനം ചെയ്യണം. അപ്പോഴാണ് മായ എന്ത്, മനസ്സെന്ത് എന്നുള്ളത് വ്യക്തമാകുന്നത്. ഭാഗവതത്തിൽ വാസസ്ഥേയം എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അത് ഇപ്രകാരമാണ്. അതായത് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ കുട്ടിക്കാലം, അപ്പം അറിയാം, വൃന്ദാവനം, ഗോകുലം, ഇതെല്ലാം നമുക്കറിയാമല്ലോ. അവിടെ ഗോക്കളെ മേച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പം ധാരാളം ഗോപാലന്മാർ കൂടെയുണ്ട്. ഗോപാലന്മാരും ഗോക്കളും ഇവരെല്ലാവരുമായിട്ട് പശുവിനെ മേച്ചുകൊണ്ട് അവർ നേരെ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് പോയി. അപ്പോൾ അവിടെ എത്തുമ്പോഴെന്താണ്, അവിടെ ഉള്ള ഏതെങ്കിലും വൃക്ഷത്തിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കും. പശുക്കളെല്ലാം അവിടെ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇവർ ഈ കുന്നിൻ്റെ മണ്ടയിൽ തന്നെ കിടന്ന് ഉറങ്ങുകയും എല്ലാം കഴിഞ്ഞിട്ട് ഈ പശുക്കളെല്ലാം വിളിച്ചുകൊണ്ട് തിരിച്ചു വരും. ഇതവർ ഡെയിലി റൊട്ടീനാണ്. അങ്ങനെ വളരെ ഹാപ്പിയായിട്ട് ഗോക്കളും ഗോപാലന്മാരും വൃന്ദാവനവാസികളും എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി പോവുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ബ്രഹ്മാവ് ഒരിക്കൽ ബ്രഹ്മലോകത്തിൽ നിന്ന് നേരെ ഭൂമിയിലോട്ട് നോക്കി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്ന് നോക്കാൻ. കാര്യം സൃഷ്ടികർത്താവാണല്ലോ, ഞാനാണിതെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ള ഒരു ആ ഡ്യൂട്ടി ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ സൃഷ്ടി കറക്റ്റായിട്ടാണോ പോകുന്നതെന്ന് അറിയാനാണ് നോക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഓക്കെ, കൊള്ളാം. നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലം പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കും പോലെ, ഗൂഗിൾ മാപ്പിൽ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗോകുലം എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ഗോകുലത്തിൽ നോക്കി. ഗോകുലത്തിൽ നോക്കിയപ്പം ഓക്കെ, അവിടെ ഭഗവാനുണ്ട്, ഗോക്കളുണ്ട്, ഗോപാലന്മാർ എല്ലാവരും ഉണ്ട്, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്രഹ്മാവിനൊരു ചിന്ത വന്നു. കണ്ണനെ ഒന്ന് പറ്റിച്ചാലോ എന്നുള്ളൊരു ചിന്ത വന്നു. എങ്ങനെ പറ്റിക്കും? വേറൊന്നും ചെയ്തില്ല.
ഇവരെല്ലാവരും ഉറങ്ങുകയാണ്. കണ്ണനൊഴിച്ച് ബാക്കി എല്ലാ ഗോപാലന്മാരെയും ബാക്കി എല്ലാ ഗോക്കളെയും അപ്രത്യക്ഷമാക്കി. അവരെ ഭൂമിയിൽ നിന്ന് തന്നെ അവരെ ഇങ്ങനെ കൊണ്ടുപോയി നേരെ ബ്രഹ്മലോകത്തോട്ട് കൊണ്ടുപോയി. അവരെല്ലാം ഇപ്പോൾ ഒരു യോഗനിദ്രയിലാണ്. അവർക്ക് ഒരു ബോധം ഒന്നുമില്ല. എന്നിട്ട് ബ്രഹ്മ ഒന്നും അറിയാത്തതുപോലെ കണ്ണടച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവിടുത്തെ ടൈം പീരീഡും ഭൂമിയിലെ ടൈം പീരീഡും വ്യത്യാസമാണ്, നമുക്കെല്ലാം അറിയാം. അപ്പം സാധാരണ പതിവ് പോലെ കണ്ണൻ ഉറക്കഴിച്ചിട്ട് നോക്കിയപ്പോൾ ഗോക്കളെയും കാണാനില്ല, ഗോപാലന്മാരെയും കാണാനില്ല, ആരെയും കാണാനില്ല. അപ്പം കണ്ണൻ്റെ യോഗദൃഷ്ടിയിൽ കാര്യം മനസ്സിലായി, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വ്യക്തമായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ യോഗശക്തി കൊണ്ട്, കണ്ണൻ്റെ യോഗശക്തി കൊണ്ട് അത്രയും ഗോക്കളെയും അത്രയും ഗോപാലന്മാരെയും സൃഷ്ടിക്കുകയും പതുപോലെ ഗോക്കളെയും കൊണ്ട് അവരോരോ വീട്ടിലോട്ടങ്ങ് പോവുകയും ചെയ്തു. ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ, യോഗ സൃഷ്ടിയിൽ സൃഷ്ടിക്കപ്പെട്ട ഗോക്കളും ഗോപാലന്മാരെയും അവരുടെ അച്ഛനമ്മമാർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർക്കൊരു സംശയവും തോന്നിയില്ല, ഇതെൻ്റെ പശു തന്നെയാണ്, ഇതെൻ്റെ മക്കൾ തന്നെയാണെന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത്. അങ്ങനെ എല്ലാ ദിവസവും വീണ്ടും വരുന്നു, ഈ റൊട്ടീൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് ഒരു നിമിഷം കണ്ണടച്ചിട്ട് കണ്ണ് തുറന്നപ്പോൾ ഇവിടെ വർഷങ്ങൾ കഴിയും. ബ്രഹ്മാവ് അതിശയപ്പെട്ടുപോയി. കാരണം ഗോകുലത്ത് താൻ മറയ്ക്കപ്പെട്ട അല്ലെങ്കിൽ മറച്ച, യോഗശക്തിയിൽ മറച്ച എല്ലാം അതുപോലെ തന്നെ നടക്കുകയാണ്. ഒരു കുഴപ്പമില്ല, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, താൻ ഒളിപ്പിച്ച് വെച്ചവർ എങ്ങനെ തിരിച്ച് ഭൂമിയിലെത്തി? അപ്പോൾ ബ്രഹ്മാവ് ആ ഒളിപ്പിച്ചെടുത്ത് നോക്കിയപ്പോൾ അവരെല്ലാവരും യോഗനിദ്രയിൽ അങ്ങനെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം ഒരു ഫോട്ടോ കോപ്പി പോലെ താഴെ ഇത്രയും വ്യക്തികളുമുണ്ട്. അപ്പം ബ്രഹ്മാവിനൊരു തോന്നലുണ്ടായി, ഞാൻ അവരെ സൃഷ്ടിച്ചില്ലല്ലോ, ഞാൻ സൃഷ്ടി നടത്തിയില്ല, പക്ഷേ അവരെങ്ങനെ ഉണ്ടായി? ഞാനാണല്ലോ സൃഷ്ടികർത്താവ്. സൃഷ്ടികർത്താവായി ഞാൻ അറിയാതെ ഇത് സൃഷ്ടി നടന്നുവെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്നറിയണമല്ലോ. ഇദ്ദേഹം നേരെ ഭൂമിയിലോട്ട് പോകും. ആകാശമാർഗ്ഗം നിന്നുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് കണ്ണനെയും അവിടെ സൃഷ്ടിക്കപ്പെട്ട, താൻ അറിയാതെ സൃഷ്ടിക്കപ്പെട്ട ആ അത്രയും വ്യക്തികളെയും ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചപ്പോഴാണ് അടുത്ത തമാശ. ഓരോ ഗോപന്മാരെയും ഓരോ കണ്ണനായിട്ടാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. കണ്ണൻ മാത്രമല്ല, ഇപ്പോൾ കണ്ണൻ്റെ ഒരു പൂർണ്ണരൂപം മഹാവിഷ്ണു എന്നുള്ള സങ്കല്പത്തിൽ ചിന്തിക്കുക. കണ്ണൻ മാത്രമല്ല, മഹാവിഷ്ണുവായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇതിൽ ഓരോരുത്തരുടെ നാഭിയിൽ നിന്ന് വള്ളിയും വിരിഞ്ഞ താമരയും കാണുന്നുണ്ട്. അതിലോട്ട് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഓരോ താമരയിലും ആരെ കാണുന്നുണ്ട്? ബ്രഹ്മാവിനെ കാണുന്നുണ്ട്. അപ്പം ബ്രഹ്മാവ് ആകെ കൺഫ്യൂഷനായി, ഞാൻ ഇവിടെയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ആ കാണുന്ന ബ്രഹ്മാവ്, ഓരോ ബ്രഹ്മാവും ആരാണ് എന്നുള്ളത്. അപ്പോൾ ഈ ബ്രഹ്മാവ് എല്ലാം ആരെ തൊഴുതുകൊണ്ടിരിക്കുന്നു? കണ്ണനെ തൊഴുതുകൊണ്ടിരിക്കുന്നു. ഇയാൾ ഒന്ന് വല്ലാത്തൊരവസ്ഥയായിട്ട് നേരെ ഇതാരോട് ചോദിക്കാനെന്ന് പറഞ്ഞ് ആകാശത്തോട്ട് നോക്കിയപ്പോൾ 10,000 ബ്രഹ്മാവ് ആകാശത്ത് നിന്നുകൊണ്ട് ഭൂമിയിലോട്ട് നോക്കി ഭഗവാനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് വീണ്ടും കൺഫ്യൂഷനായി. അപ്പം ഈ കാണുന്ന ബ്രഹ്മാവാർ, ആകാശത്ത് കാണുന്ന ബ്രഹ്മാവാർ, ഇതിനെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഞാനാര്? രമണ മഹർഷി പറഞ്ഞ പോലെ ഹുവാമൈ. രമണ മഹർഷിക്ക് മുമ്പേ ചിന്തിച്ച ചിലപ്പോൾ ബ്രഹ്മാവാരി. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആകാശത്തുള്ള പല ബ്രഹ്മാക്കളുണ്ടല്ലോ അവിടെ,
അവർ പറയുകയാണ്, മനസ്സിലായില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ബ്രഹ്മാവ് പറഞ്ഞില്ല, ഞാൻ ബ്രഹ്മാവാണ് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഈ ആകാശത്തിരിക്കുന്ന ബ്രഹ്മാവ്. അപ്പോൾ അടുത്ത ആളെ കണ്ടിട്ട് ചോദിച്ചു, അപ്പോൾ ഇതോ? ഞാനും ബ്രഹ്മാവാണ്. അടുത്തതിനെ ചോദിച്ചപ്പോൾ ഞാനും ബ്രഹ്മാവാണ്. അങ്ങനെ ഈ 16 ബ്രഹ്മാക്കളും ഞാൻ ബ്രഹ്മാവ് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇദ്ദേഹം ചിന്തിച്ചു, അപ്പോൾ പിന്നെ ഞാനും ബ്രഹ്മാവല്ലേ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, അതെ, നീ ബ്രഹ്മാവാകുന്നതിന് മുമ്പേ ആയിരുന്ന ബ്രഹ്മാവാണ് ഞാൻ എന്ന് ഒരു ബ്രഹ്മാവ് പറഞ്ഞു. അപ്പോഴാണ് ഈ ബ്രഹ്മാവ് പറഞ്ഞത്, അപ്പോൾ എനിക്ക് മുമ്പും ഒരു ബ്രഹ്മാവ് ഉണ്ടല്ലേ. അപ്പോൾ വീണ്ടും അടുത്ത് പറയുന്നു, ഇനി നീ സീറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയറാനുള്ള ബ്രഹ്മാവാണ് ഞാൻ എന്ന് വേറൊരു ബ്രഹ്മാവ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശേഷം വേറൊരു ബ്രഹ്മാവ് വരുമല്ലേ. അപ്പോൾ ഈ ഒരു അറിവ് തൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ബ്രഹ്മാവിന് ശരിക്കുള്ള പാസ്റ്റ് എന്താണെന്നും ശരിക്കും വരാൻ പോകുന്ന ഫ്യൂച്ചർ എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴുണ്ടായ ഒരവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ആ ലോകത്തിലോട്ട് നമ്മുടെ ഈഗോയ്ക്ക് കടന്നു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ആ റിയാലിറ്റി, മുന്നേ തെളിഞ്ഞിരിക്കുന്ന റിയാലിറ്റിയുടെ മുന്നിൽ തവിട് പൊടിയായ ഒരു മായ ഉണ്ട്. ആ മായ തവിട് പൊടിയായപ്പോൾ പിന്നെ അവിടെ എന്തില്ല? മനസ്സില്ല. മായ ഉള്ളിടത്തേ മനസ്സുള്ളൂ. മായ തവിട് പൊടിയായ പിന്നെ മനസ്സെവിടെ? ആ ഒരു അറിവ് കിട്ടിയപ്പോഴാണ് ഭഗവാന്റെ ശരിക്കും പാദത്തിൽ ആര് വീണത്? ബ്രഹ്മാവ് വീണത്. ഒന്ന് ആലോചിച്ച് നോക്കണം. തനിക്കൊരു കസേരയിട്ട് ഒരു സീറ്റ് തന്നിരിക്കുന്നത്, അതായത് ആ താമര എന്നുള്ളൊരു സീറ്റ് തന്നിരിക്കുന്നതിൻ്റെ ബേസ് പോലും ഭഗവാനാണ് എന്നുള്ളത് മറന്നിട്ടാണ് ഭഗവാന്റെ അടുത്ത് അദ്ദേഹം പ്രവർത്തിച്ചത്. ഇത് ബ്രഹ്മാവിന് പോലും സംഭവിച്ചു എങ്കിൽ ഗ്രാജ്വലി ഒരു ജസ്റ്റ് ഒരു തോട്ടിൽ നിന്നാണ് തുടങ്ങിയത്. അവരൊന്ന് പറ്റിക്കാമെന്നുള്ളൊരു തോട്ടിൽ നിന്ന് പിന്നെ കടന്ന് പോയ കാര്യങ്ങളെല്ലാം വേറൊരു തരത്തിലാണ്. ആ ഈഗോ കളിച്ച കളിയാണ് അതെല്ലാം. അപ്പോൾ ബ്രഹ്മാവിനിത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ബ്രഹ്മാവ് നമ്മളിൽ തന്നെയാണ്, വിഷ്ണു നമ്മളിൽ തന്നെയാണ്, സംഹാരം ചെയ്യുന്ന ആൾ നമ്മളിൽ തന്നെയാണ്. അപ്പോൾ ഇത്തരം ഈഗോ നമ്മളിൽ ഉടലെടുക്കുമ്പോൾ തന്നെ അതിനെ സംഹരിക്കുക എന്ന് പറയുന്ന നമ്മളിലുള്ള ആ രുദ്രനെ റോള് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും മായ പ്രബലമായി അത് മനസ്സിൽ കൂടി നമ്മളിൽ പ്രവർത്തിക്കുന്നതും പിന്നെ നമ്മൾ ചെയ്യുന്നത് എല്ലാം വേറൊരു രീതിയായിരിക്കും. അപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വെറും ഒരു ടൂളാണ്, ആ ടൂളിന് പോലും ഒരു കാലാവധി ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം അവനെങ്ങനെ അഹങ്കരിക്കാൻ പറ്റും? അവനൊരു അഹങ്കരിക്കാൻ ഉള്ള വോയിസ് ഇല്ല, ചാൻസ് ഇല്ല, അർഹതയില്ല, അർഹത പോലുമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ഓരോ സാധകനും അവൻ്റെ ലൈഫിൽ ഒന്ന് തിരിഞ്ഞ് നോക്കി മനസ്സിലാക്കുമ്പോൾ അവന് ശരിയാണെന്ന് ബോധ്യമാവും. കാര്യം ഇതെല്ലാം നമ്മളെല്ലാം നിലനിൽക്കുന്നത് കൃപ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആ കൃപ പോലും നമുക്ക് അർഹിച്ചത് കൊണ്ട് കിട്ടിയതല്ല. നമുക്ക് ഈഗോയും വെച്ച് നിൽക്കുന്ന നമുക്ക് എങ്ങനെയാണ് കൃപ കിട്ടാൻ അർഹത? പക്ഷേ എന്നിട്ടും നമുക്ക് ആ കൃപ തന്നു എന്ന് പറയുന്നതാണ് ഈശ്വരൻ നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം. അപ്പോൾ ആ ശരിക്കുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് മനസ്സൊക്കെ ഉണ്ടാവും, ഈഗോ ഇല്ലാത്ത മനസ്സുണ്ടാവും. കാര്യം അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളത്. അപ്പോൾ മനസ്സിനകത്ത് ഈഗോ മാത്രമല്ല നിലനിൽക്കുന്നത്, ഗ്രാറ്റിറ്റ്യൂഡിന് നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് ഒരു സാധകൻ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടത്.
അങ്ങനെ തെളിയിക്കുമ്പോഴാണ് ശരിക്കും സാധനാ ജീവിതം വളരെ ബ്യൂട്ടിഫുൾ ആവുന്നതും അവൻ്റെ ആ ഒരു മെർജിങ് അവന് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്.